സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബിനാറിന്റെ 1979 ദിവസം, അതുപോലെ തന്നെ ജനുവരി മാസത്തെ ലാസ്റ്റ് ഡേ. ഇന്ന് ഈ ദിവസം നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ യഹിയ പറക്കവെട്ടിയാണ്. ഡോക്ടറുടെ ഇന്നത്തെ സെഷൻ കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി ഇന്നത്തെ സൂം സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ യഹിയ പറക്കവെട്ടി നമുക്ക് പല ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ്സുകളാണ് ഡോക്ടർ എടുക്കുന്നത്. ഡോക്ടർ യഹിയ വെൽനസ് സെന്റർ എന്നും ആലുവയിൽ അങ്ങനെ ഒരു സ്ഥാപനം നടത്തി വരുന്നു. കൂടാതെ തിരുവനന്തപുരത്തും അതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ അത് കൂടാതെ നമ്മുടെ IFPHന്റെ മീഡിയ കൺവീനറാണ്. നേരത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നല്ല നല്ല ചാനലുകളിൽ നല്ല നല്ല പ്രസന്റേഷൻസ് ഡോക്ടർ നടത്തി വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഡോക്ടർ നമുക്ക് ഇന്ന് എടുക്കുന്നതും വ്യത്യസ്തമായ ഒരു വിഷയമാണ്. ഫിനിഷിംഗ് സ്കൂളുകൾ എന്നുള്ളതാണ് ഡോക്ടറുടെ ഇന്നത്തെ വിഷയം. അതിന് എനിക്ക് അത്ര അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റിയില്ല എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി നമുക്കതെല്ലാം മനസ്സിലാക്കാം. നല്ലൊരു സെക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടറെ, നമുക്ക് ആരംഭിക്കാം. ഹലോ, കാണാമോ? കേൾക്കാമോ? കാണാം, കേൾക്കാം. ഓക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. 1979 പ്രോഗ്രാമാണ് ഇന്നത്തെ ദിവസം അല്ലേ? IFPHന്റെ. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും കേൾക്കാനും കാണാനും സാധിക്കുന്നു എന്നുള്ളതിൽ സന്തോഷം. വേണുഗോപാൽ സാറിന്റെ കുറച്ച് ക്ലാസ് ഞാൻ ലാസ്റ്റ് കേട്ടുള്ളൂ. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിട്ട് തോന്നിയത്. എനിക്ക് മൊത്തം ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടോക്കിന് അനുബന്ധമായിട്ടായിരിക്കും എൻ്റെയും ഈ ടോക്ക് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ശൈല പറഞ്ഞു, എന്താണ് ഈ ഫിനിഷിംഗ് സ്കൂള്? മനസ്സിലായില്ല എന്നുള്ള ഒരു ഫിനിഷിംഗ് സ്കൂൾ ഇൻ ഹോമിയോപ്പതി അതുകൂടി ചേർക്കണം. മനസ്സിലായില്ലേ? ഹോമിയോപ്പതിയിലെ ഫിനിഷിംഗ് സ്കൂളാണ് നമ്മുടെ ഡിസ്കഷൻ. എപ്പോഴും ഹോമിയോപ്പതിയിൽ പിന്നെ നമ്മൾ 4.5 വർഷം പഠിച്ചിട്ട് വന്നിട്ട് പലപ്പോഴും 10 മുതൽ 15% ഗ്രാജുവേറ്റ്സ് ആണ് ആകെ പ്രാക്ടീസ് ഫീൽഡിലേക്ക് വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ മങ്ങിയും മറിഞ്ഞും പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലായല്ലേ? ഒരു 15% മാത്രമാണ് യഥാർത്ഥ പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം കാലാകാലങ്ങളിൽ അനലൈസ് ചെയ്യുമ്പം നമുക്ക് നമ്മളുടെ പോരായ്മ ഈ ഫിനിഷിംഗ് സ്കൂളുകൾ ഇല്ലാത്തതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുറേ വർഷങ്ങളായി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളുടെ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ചും പഠിച്ചു വന്ന സ്ഥാപനങ്ങൾ, ഹോമിയോ മെഡിക്കൽ കോളേജുകളാണല്ലോ നമ്മുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അവിടെയുള്ള പോരായ്മകൾ നമ്മൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ആ പോരായ്മകൾ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ മൊത്തം അസോസിയേഷൻസുകളോ വിചാരിച്ചാൽ തീരുന്ന അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിക്കുന്നില്ല. അവിടെ തിയറിറ്റിക്കൽ ഓറിയന്റഡ് അല്ലെങ്കിൽ തിയറി ഓറിയന്റഡ് സ്റ്റഡീസ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്ന ഒരു തിരിച്ചറിവാണ് എനിക്കുണ്ടായിരിക്കുന്നത്. കാരണം അതിനുശേഷം ഇപ്പം നമ്മൾ ഓരോരുത്തരും ഞാൻ ഒരു വലിയ പ്രാക്ടീഷണർ ആണെന്നോ അല്ലെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞ വ്യക്തിയാണോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല, അങ്ങനെ ഒരു സങ്കല്പവുമില്ല. പക്ഷേ നാം ഓരോരുത്തരും എങ്ങനെയാണോ മെച്ചപ്പെട്ട് വന്നത്, അതൊരു ഒരു 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 പോളിഷിംഗ് തന്ത്രം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എവിടെയോ നാം സ്വയം മിനുക്കുപണികൾ നടത്തി എന്നുള്ള ഒരു സത്യം നമ്മുടെ ഇടയിൽ
ഉന്നതിയിൽ എത്തിയിരിക്കുന്നവരെല്ലാവരും സ്വയം മിനുങ്ങി ഉന്നതിയിലെത്തിയവരാണ്. അങ്ങനെയാണ് അവർ ഷൈൻ ചെയ്യാൻ തുടങ്ങിയത്. അല്ലാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ആരെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അസോസിയേഷനുകളോ ഒന്നും അല്ല. സ്വയം അവര് തേഞ്ഞ് 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 പോളിഷ്ഡ് ആവുകയായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതിന് എനിക്ക് പിന്നെ ഞാൻ ഒരു ക്ലിനിക്ക് നടത്തും. 10-30 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് പാളയത്തെ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് ആലുവയിൽ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ എൻ്റെ കൂടെ എൻ്റെ അസോസിയേറ്റ് ആയിട്ടിരുന്ന അല്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സായിട്ടിരുന്ന ഓരോ വ്യക്തികളെ ഞാൻ കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് പിറക്കി നോക്കുമായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ ഇന്ന് എന്താണ്, അവരെവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് വളരെ കൗതുകം തോന്നി. കാരണം ഞാൻ വലിയൊരു മെന്ററോ വലിയൊരു പ്രാക്ടീഷണറോ വലിയ ഒരു അധ്യാപകനോ ഒന്നുമല്ല. എങ്കിൽ പോലും അത്യാവശ്യം രോഗികളെ കാണാൻ കിട്ടുന്ന 2 സ്ഥാപനങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് രോഗികളെ അവിടെ വരുത്തുവാനും അവർക്ക് അത്യാവശ്യം സൗഖ്യം കൊടുക്കുവാനും സാധിക്കുന്നു എന്നുള്ള ഒരു സത്യമുണ്ട്. അവിടെ ഇപ്പം ഞാൻ പേരെടുത്ത് പറയുമ്പോൾ ചിലർക്കെങ്കിലും അരോചകമായിട്ട് തോന്നിയേക്കാം. പക്ഷേ വസ്തുതകൾ അറിയണമെങ്കിൽ ആ പേരുകൾ പറഞ്ഞേ പറ്റൂ. മനസ്സിലായില്ല? ആർക്കെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. കാരണം ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 20 വർഷം മുമ്പ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ദീപ എൻ്റെ കൂടെ ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്ന ഡോക്ടറാണ്. അപ്പം ആ ഡോക്ടർ ഇന്ന് NSS മെഡിക്കൽ കോളേജ് കുറിച്ചി കോളേജിൽ ഒരു അധ്യാപികയാണ്. അത് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പം അവർ താഴേക്കല്ല, അവരുടെ ഗ്രാഫ് മുകളിലേക്കാണ് പോയത്. മനസ്സിലായില്ലേ? ഇപ്പം ഡോക്ടർ സൈറ ഇന്നിപ്പം അവർ ദുബൈയിലാണ്. അത് 2-2.5 വർഷം കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ്. ഡോക്ടർ പാർവതി, പാലക്കാടുള്ള ഒരു ഡോക്ടർ പാർവതി ഉണ്ട്. അവർ ഇപ്പോൾ മൈസൂറിലാണ്. വളരെ നല്ല രീതിയിൽ PG ഹോൾഡർ കൂടിയാണ്. മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് PG എടുത്ത ഡോക്ടർ കൂടിയാണ്. മനസ്സിലായില്ലേ? കോവിഡ് കാലത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ്. ഡോക്ടർ ഷാക്കിറ ഇപ്പം MD കഴിഞ്ഞു. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD എടുത്ത ഡോക്ടറാണ് ഡോക്ടർ ഷാക്കിറ. അവരും എൻ്റെ കൂടെ കുറേ അധികം കാലം ഉണ്ടായിരുന്നതാണ്. ഡോക്ടർ ജാസ്മിൻ ഇപ്പൊ MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ജാസ്മിൻ. ഞാൻ പറയുന്നത് ഇവരെല്ലാം ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ പ്രേരക ശക്തിയായി ഈ ക്ലിനിക്കുകൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഡോക്ടർ ആശ, അതായത് നമ്മുടെ NRHM ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കായംകുളത്ത്. ഇപ്പൊ എൻ്റെ കൂടെ അസോസിയേറ്റ് 4 ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു ശാലിനി ഡോക്ടറുണ്ട്, ഒരു അജിതയുണ്ട്, ഒരു ഡോക്ടർ രജീഷയുണ്ട്, ഡോക്ടർ റോസ്മേരി ഉണ്ട്. ഇപ്പം ഇവരൊക്കെ ലിവിങ് എക്സാമ്പിൾസ് ആണ്. മനസ്സിലായില്ലേ? ഇവരെല്ലാം എന്തുകൊണ്ട് പോളിഷ്ഡായി വരുന്നു എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ ഇങ്ങനെ ഏതാണ്ട് ഒരു 15ഓളം ഡോക്ടേഴ്സിൽ ഒരു 12-13 പേരോളം അവരുടെ ഗ്രാഫ് മുകളിലേക്കാണ്. അവരെല്ലാം നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ എത്തപ്പെടുകയോ അല്ലെങ്കിൽ അതുവഴി PG എടുക്കുകയോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മെച്ചപ്പെട്ട സുഖ സൗകര്യങ്ങളിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള ഒരു വസ്തുത എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും ഇത് ആവർത്തിച്ചുകൂടാ? അപ്പം ഈ ഒരു ഫിനിഷിംഗ് സ്കൂൾ, ഞാൻ എൻ്റെ സ്ഥാപനം ഒരു ഫിനിഷിംഗ് സ്കൂളാണെന്നോ ഞാൻ അതിനുവേണ്ടി പ്രാപ്തനായ വ്യക്തിയാണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ IFPH പോലെ ഉള്ള ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. നാം ഇപ്പോൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ നടത്തുമ്പോൾ അതിൻ്റെ ഒരു പടി മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ഇത് കൂലങ്കഷമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ചില പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്താൽ വലിയ മെച്ചങ്ങളും വലിയ നേട്ടങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. കാരണം ഒരു ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയുമ്പം നമുക്കറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡോക്ടേഴ്സ് ഇറങ്ങുന്നു അല്ലെങ്കിൽ BHMS ഹോൾഡേഴ്സ് ഇറങ്ങുന്നു.
അവര് അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രമാണ് അവിടെ കിട്ടുന്നത്, മനസ്സിലായില്ലേ? അവരുടെ ഒരു പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്താനായിട്ട് കുറെ അധികം ട്രെയിനിങ്ങും കൂടി ആവശ്യമായിട്ട് വരും, മനസ്സിലായില്ലേ? അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. ജോബ് ഓറിയന്റഡ് ആയിട്ട് അവരെ നമുക്ക് പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും, എക്യുപ്ഡ് ആക്കേണ്ടി വരും. ഇതിനെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ തയ്യാറാണോ, അല്ലെങ്കിൽ അതിന് അവർ എക്യുപ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല, മനസ്സിലായില്ലേ? അത് നമ്മളെല്ലാം പിന്നെ കാലാകാലങ്ങളിൽ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 വഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു പാത്ത് ഉണ്ട്. ആ പാത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് വ്യതിചലിക്കാൻ പറ്റില്ല. അപ്പൊ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നാം ഓരോരുത്തരും അതിനുവേണ്ടി സ്ഥാപനങ്ങൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ മിഷൻ, മനസ്സിലായില്ലേ? ഒരു BHMS ഹോൾഡേഴ്സിനെ ക്ലാസിക്കൽ അല്ലെങ്കിൽ കണ്ടംപററി മെത്തഡോളജീസ് പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഡോക്ടേഴ്സാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം, അത് ഏതൊക്കെ രീതിയിൽ, എന്തൊക്കെ രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്ത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ അഡ്വാൻസ്ഡ് കേസ് ടേക്കിംഗ് ആദ്യമായിട്ടുള്ള ഒരു മെത്തഡ്. നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ പറയുമ്പം നമ്മളെല്ലാം കേസ് ടേക്കിംഗ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അഡ്വാൻസ്ഡ് കേസ് ടേക്കിംഗ്, കേസ് അനാലിസിസ്, അതുപോലെ തന്നെ ലോങ് ടേം മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മൾ വീണ്ടും സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ കരിക്കുലം, അപ്പോൾ ഡീപ്പ് അപ്ലൈഡ് ലേണിംഗ് നമ്മുടെ ഓർഗനോണിൽ നമ്മൾ ഹനുമാന്റെ ഒരു 6th എഡിഷൻ ഓർഗനോൺ നമ്മൾ പഠിക്കുമ്പം ശരിക്കും അതിൻ്റെ വേർഷൻസ് ഇപ്പോഴത്തെ തലങ്ങളിൽ, ഇപ്പോഴത്തെ ഫിസിക്സിൽ, ഇപ്പോഴത്തെ കെമിസ്ട്രിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സയൻസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനുവേണ്ടി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലിറ്ററേച്ചർ നാം ഇന്ന് മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള അധ്യാപകർ നമുക്കുണ്ട്. പക്ഷേ അത് സ്വായത്തമാക്കാനോ, അത് പഠിക്കാനോ, അത് പഠിപ്പിക്കാനോ, അത് പരിചയപ്പെടുത്തുവാനോ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മെറ്റീരിയൽ മേടിക്കുക, നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് 275 300 ഡ്രഗുകളിൽ താഴെ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണ്ട് 9000-ൽ പരം മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട്. നമ്മൾ ഈ ബാക്കി മെഡിസിൻസ് ആരാണ് പറഞ്ഞു തരുന്നത്? ആരെ എവിടെ ചെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്? നമ്മളുടെ ഈ കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ സ്റ്റുഡൻസിനെ, ഗ്രാജുവേറ്റ്സിനെ ഇത് ഫെമിലിയർ ആക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ എന്ത് ചെയ്യുന്ന, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിനു വേണ്ടി ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നത്? എന്തെങ്കിലും ഡേറ്റാസ് അവരുടെ കയ്യിലുണ്ടോ? അതിനുവേണ്ടി ഈ ഓരോരുത്തരും ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഓരോ ലിറ്ററേച്ചറും വായിച്ച് മനസ്സിലാക്കി കുറേ അധികം ഇങ്ങനെ പഠിക്കുന്നു എന്നല്ലാതെ ഇതിനു വേണ്ടി ഒരു 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 അംഗീകൃത ഏജൻസിയോ, അല്ലെങ്കിൽ അതിനുവേണ്ടി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയോ, അല്ലെങ്കിൽ അതിനൊരു ഗ്രൂപ്പോ തയ്യാറായിട്ടില്ല. അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ മെറ്റീരിയൽ മെഡിക്ക വൈവ, വിത്തോൾക്കാസിന്റെ മെറ്റീരിയൽ മെഡിക്ക വൈവ ഇപ്പം നമുക്കറിയാം ഹിയറിംഗ് ഗൈഡിങ് സിസ്റ്റം, അതാണ് നമ്മുടെ മാസ്റ്റേഴ്സിന്റെ എല്ലാം ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു റഫറൽ ഗ്രന്ഥമായിട്ട് നമ്മൾ ഹിയറിംഗ് ഗൈഡിങ് സിസ്റ്റം ആണ് നമ്മൾ. അതിനകത്ത് എത്ര മരുന്നുണ്ട്? ഈ പറയുന്ന 100-150 മരുന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇന്ന് നിലവിലുള്ള പുതിയ ഒരുപാട് മരുന്നുകളുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ് മെറ്റീരിയൽ മെഡിക്ക വൈവ. ഏതാണ്ട് 12-13 വോളിയം ഉണ്ട്. എത്ര പേർക്ക് ഇത് സ്വായത്തമാക്കാൻ പറ്റും? എത്ര പേർക്ക് ഇത് വായിക്കാനോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് ഫുൾ ടെക്സ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് കേസസ്, അതിന്റെ സോഴ്സ് മുതൽ ഈ പറയുന്ന ഡ്രഗ് പ്രൂവിങ്, അതിന്റെ ഡീറ്റെയിൽസും സിംറ്റംസും തെറാപ്യൂട്ടിക്സും, അത് കഴിഞ്ഞിട്ട് കേസ്, ഓരോ മാസ്റ്റേഴ്സും ആ ഡ്രഗ് ട്രീറ്റ് ചെയ്ത കേസുകൾ പോലും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ മെഡിക്ക വൈവ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പരിചയപ്പെടുത്താൻ നമ്മുടെ എത്ര സ്ഥാപനങ്ങളിൽ അതിനുള്ള സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഏത് അസോസിയേഷനാണ് ഇതിനു വേണ്ടി മെനക്കിടുന്നത്? അതുപോലെ തന്നെ പുതിയ പുതിയ റെപ്പർട്ടറികൾ, ഇപ്പോൾ മാക്കിൻ്റെ ആണെങ്കിലും റഡാർ ആണെങ്കിലും ഹോംപത്ത് ആണെങ്കിലും പുതിയ പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ആരാണ് ഇത് നമ്മുടെ പുതിയ ഗ്രാജുവേറ്റ്സിനെ പരിചയപ്പെടുത്തുന്നത്? അപ്പം അതുകൊണ്ട് we have to offer focused modules in specialties such as ഇപ്പോൾ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, കാരണം എൻ്റെ മകൻ ഇപ്പം 2nd ഇയർ BHMS പഠിക്കുക. അവന് ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക്
എപ്പോഴും ഇങ്ങനെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ പിന്നെ മൊബൈലിലോ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുക റെഗുലറായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ നീ കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഈ ഓൾറെഡി ഇതെല്ലാം സോഫ്റ്റ്വെയർ ആയിട്ട് ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ. അത് പാത്തോളജി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാറ്റമി, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് നിങ്ങൾ ചോദിച്ചോ ഇതെല്ലാം ഇന്ന് റെഡിമെയ്ഡ് മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. പാത്തോളജി പഠിക്കാനായിട്ട് ഇപ്പോൾ കോളേജിൽ പോകുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അറ്റൻഡൻസ് വേണം, ഇത് മാത്രമാണ് ആഗ്രഹം. പക്ഷെ അല്ലാതെ തന്നെ അവർക്ക് പഠിക്കാനുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ മെറ്റീരിയൽ മെഡിക്കൽ പഠിക്കാനായിട്ട് എത്ര മൊഡ്യൂൾസ് ആണ് ഉള്ളത്? എവിടെയെങ്കിലും ഇപ്പോൾ IFPHന്റെ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 1979 വീഡിയോസ് തപ്പിയാൽ കുറേ അധികം മരുന്നുകൾ പഠിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡ്രഗ്, ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇപ്പൊ രവി സാർ, നമ്മുടെ പഴയ റിട്ടയർഡ് പ്രിൻസിപ്പൽ രവി സാർ ഇപ്പൊ സെപ്പിയ പഠിപ്പിച്ച് ഞാൻ ഓർക്കുന്ന 6 or 7 ക്ലാസ്സാണ് സാറിൻ്റെത്. അതായത് ഒരാഴ്ചയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ. അങ്ങനെ 1.5 മാസം കഴിയുമ്പോഴാ ഒരു ഡ്രഗ് പഠിപ്പിച്ചു തരുന്നത്, സെപ്പിയ എന്ന ഡ്രഗ്, അല്ലെങ്കിൽ നാട്രമോർ എന്ന ഡ്രഗ്, പൾസാറ്റിൽ എന്ന ഡ്രഗ് 4-5 ക്ലാസ് കൊണ്ടേ തീരുള്ളൂ. സാറ് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൂവിങ് മുതൽ കേസ് വരെ ഡിസ്കസ് ചെയ്യും. ഓരോ സിംറ്റവും അതിൻ്റെതായ എല്ലാ ഡയമെൻഷനിലും വിത്ത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് മറ്റ് ഡ്രഗുകളുമായിട്ട് കമ്പയർ ചെയ്താൽ പഠിപ്പിക്കുന്നത്. അപ്പം ഇത് ഒരു മോഡലാണ് ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ ലീലാവതി മേഡം ആണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ചില അധ്യാപകരെ ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്, മനസ്സിലായി? പക്ഷേ ആകെ 2-3 ഡ്രഗ് മാത്രമാണ് സാറ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾക്ക് 275 ഡ്രഗ് പഠിക്കുമ്പോൾ ഓരോ ഡ്രഗ് ഇതേ രീതിയിൽ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതേ സ്ട്രക്ചറിൽ ഇപ്പം 6 ക്ലാസ് എന്നുള്ളത് ശരിക്കും ഒരു മോഡ്യൂളായിട്ട് ഒരു സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മണിക്കൂറിൽ ഇത് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മോഡ്യൂളായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നമ്മളുടെ ഓരോ മരുന്നുകളെക്കുറിച്ചും മോഡ്യൂൾസ് ഉണ്ടാകണം. ഓർഗനോൺ ആണെങ്കിലും ഈ പ്രാക്ടീസ് മെഡിസിൻ ആണെങ്കിലും പിന്നെ ഫിലോസഫി ആണെന്നുണ്ടെങ്കിലും നല്ല അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും അതിനുവേണ്ടി ഓരോ മോഡ്യൂളായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും വേണം. അത് എല്ലാ സബ്ജക്റ്റിലും, ഇപ്പം ഗൈനക്കോളജിയിലും സൈക്കോളജിയിലും ഒക്കെ ഇതുപോലെ മൊഡ്യൂൾസ് വരണം. പിന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് കണ്ടംപററി മാസ്റ്റേഴ്സ്. നമുക്കറിയാം ഇപ്പം പിന്നെ രാജൻ ശങ്കരൻ്റെ, അതല്ലെങ്കിൽ ഷോൾട്ടൻ്റെ, അല്ലെങ്കിൽ പ്രഫുൽ വിജയക്കറിൻ്റെ, വിത്തോൾക്കാസിൻ്റെ, ഇവരെല്ലാം ഡിഫറെൻ്റ് അപ്രോച്ചുകളാണ്, ഡിഫറെൻ്റ് വേസ് ആണ്. ഇതെല്ലാം ഒരു മൊഡ്യൂളായിട്ട് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയറിൽ കിട്ടുമ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ അവസരം വരികയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആവശ്യമുള്ളവർ എടുത്താൽ മതി, ഇല്ലാത്ത കളഞ്ഞു വരൂ, മനസ്സിലായില്ലേ? ഇപ്പം ബോറിക്ക് പിന്നെ മെത്തേഡ്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ റിച്ചാർഡ് യൂസ് വേസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, കെൻഡിയൻ വേസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഒരൊറ്റ സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൊത്തം വായിക്കട്ടെ, ആവശ്യമുള്ളത് എടുക്കട്ടെ, അല്ലാത്തത് കളയട്ടെ, മനസ്സിലായില്ലേ? ഇതിനു വേണ്ടി നമുക്ക് എന്തുകൊണ്ട് മെനക്കെട്ടുകൂടാ? നമ്മൾ ഒരു വർഷത്തിൽ 8-10 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഒരു ആനുവൽ പ്രോഗ്രാം നടത്തുന്നത് ഓരോ അസോസിയേഷനും. IFPH ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പ്രോഗ്രാം 15 ലക്ഷം രൂപയായി, പിന്നെ ഒന്ന് നടത്തിയപ്പോഴത്തേക്ക് 10 ലക്ഷം രൂപയായി. ഇതുപോലെ മറ്റ് അസോസിയേഷനുകാരെല്ലാം ഓരോ വർഷത്തിൽ നടക്കുമ്പോൾ 10-15 ലക്ഷം രൂപ മുടക്കിയാണ് ഒരു ആനുവൽ പ്രോഗ്രാം, ഒരു ഗാദറിംഗ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5-6 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ നമുക്ക് ഏൽപ്പിക്കാം, ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കാം, ഒരു കമ്പനിയെ ഏൽപ്പിക്കാം, മനസ്സിലായില്ലേ? ഒരു വർഷത്തെ പ്രോഗ്രാം വേണ്ടെന്ന് വെച്ചിട്ട് എന്തുകൊണ്ട് IFPHന് മുൻകൈ എടുത്തിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു 3 months, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 months, അല്ലെങ്കിൽ 1 year രജിസ്റ്റർ ചെയ്യട്ടെ. ആൾക്കാർ 25,000-50,000 എടുത്ത് രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇത്ര അവേഴ്സ് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മാസ്റ്റേഴ്സ് ഉണ്ട്, ഇപ്പം നമുക്ക് പഠിപ്പിക്കാനായിട്ട് അധ്യാപകർ ഇഷ്ടം പോലെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന അധ്യാപകർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഡോക്ടർ അനിൽകുമാർ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വെൽ നോൺ ഡോക്ടറാണ്, നമ്മുടെ ട്രഷററാണ്. അല്ലെങ്കിൽ ഇപ്പം ഫിലിപ്പൈൻസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ ഷാജി കുടിയത്ത്. ഇവർക്കൊക്കെ നല്ല മെന്റേഴ്സ് ആയിക്കൂടെ? ഡോക്ടർ ജോസ് ഐസക് ഫോറിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഇപ്പൊ ഡോക്ടർ ധനേഷ് ആലപ്പുഴയിലെ നല്ല വെൽ നോൺ പ്രാക്ടീഷണറാണ്. ഇപ്പൊ മധുസൂദന പണിക്കർ കാർഡിയോളജിയിൽ 1ാം തരം ഡോക്ടറാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഭാഗ്യലക്ഷ്മി മാഡം. ഇങ്ങനെ ഇവർക്കൊക്കെ നല്ല നല്ല മെന്റേഴ്സ് ആകാൻ പറ്റും. ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് 2-3 പേരെ ഇവരൊക്കെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
കാരണം ഞാൻ ഈ ഒരു ചെറിയ വ്യക്തിക്ക് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 15ഓളം ഡോക്ടേഴ്സിന് ഇരിക്കാൻ ഒരു ചെറിയ അവസരം കൊടുത്തപ്പോൾ അവരെല്ലാം മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിയെങ്കിൽ ഇതുപോലെ ഓരോ ഡോക്ടേഴ്സും വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറ ഈ 10-15% രക്ഷപ്പെടുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു അത് 50%, 60% ആക്കുവാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സമയം മെനക്കെടുത്തണം. അതിനുള്ള പദ്ധതികളും പ്രോഗ്രാമുകളും ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? ഇനി മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്. നമ്മളിപ്പോൾ എത്ര പേരാണ് പുതിയ ഒരുപാട് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് വന്നു കഴിഞ്ഞു. ഞാൻ പല ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും ഞാൻ കേൾക്കാത്ത, കാണാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത റിപ്പോർട്ടുകളാണ് പലതും വരുന്നത്. പുതിയ മെത്തേഡ്സ്. അപ്പം അത് സ്വായത്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റൻസീവ് കോച്ചിങ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള അവസരം എവിടെയാണ് ആരാണ് തന്നുകൊണ്ടിരിക്കുന്നത്? അതിനുവേണ്ടി ആരും മെനക്കെടുന്നില്ല. ഇപ്പോഴും നമ്മൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വിൽക്കുന്നെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും നിൽക്കുന്നത് അത് പോരാ. നാം ഓരോരുത്തരും മാറേണ്ടതായിട്ടിരിക്കുന്നു. മാൻഡേറ്റ് റിസർച്ച് ഡെസർട്ടേഷൻ. ഓരോരുത്തർക്കും ഈ പറയുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുമ്പം അവർക്കെല്ലാം റിസർച്ച് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടി ഒരു സെക്കൻഡ്, ഞാൻ അല്പം വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. 1 സെക്കൻഡ്. ഡോക്ടർ ബ്രേക്ക് എടുത്ത് സംസാരിച്ചാൽ മതി, ഇത്തിരി കിതയ്ക്കുന്നുണ്ട്. ഞാനത് പറയാതിരിക്കുകയായിരുന്നു. Yes, be back. കേൾക്കാലോ മനോജ്? യെസ്, മനോജ് ഇടയ്ക്കിടയ്ക്ക് തംസ് അപ്പ് ഉണ്ട്. താങ്ക് യു. മനോജാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, 54 ഓക്കെ. അപ്പൊ ഈ റിസർച്ച് ഡെസർട്ടേഷൻ ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഈ പറയുന്ന ഞാൻ പറഞ്ഞ നമ്മൾ ഓരോ ഡോക്ടേഴ്സും ഇതുപോലെ മെന്റേഴ്സ് ആവുകയും അവിടെ വരുന്ന ഓരോ ഗ്രാജുവേറ്റ്സിനും ഇതുപോലെ ഡെസർട്ടേഷനുള്ള അവസരം. നമുക്കിപ്പോൾ സാധാരണ ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡെസർട്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായി? ഇപ്പൊ എനിക്ക് വന്നത് ഗ്രാജുവേറ്റ്സിനൊക്കെ ഡെസർട്ടേഷൻ ഉള്ളതായിട്ടാണ്. പക്ഷെ PGസിന് തീർച്ചയായിട്ടും മാൻഡേറ്ററി ആണ്. അത് എല്ലാവർക്കും ഇപ്പൊ PG എടുക്കാൻ പറ്റില്ലല്ലോ. അല്ലാത്തവർക്ക് ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമുകൾ ഇതുപോലെ ഡെസർട്ടേഷൻ വെക്കുകയും അതിൽ റിസർച്ച് മെത്തഡോളജി പഠിപ്പിക്കുകയും അതൊരു ക്രിട്ടിക്കൽ അനാലിസിസും അല്ലെങ്കിൽ സ്കോളർലി റൈറ്റിംഗ്. കാരണം എഴുതാനൊക്കെ സ്കിൽസ് ഉള്ള ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ എൻകറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പദ്ധതികൾ നാം പ്ലാൻ ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും. അതുപോലെ ലൈവ് പേഷ്യന്റ് ഇന്ററാക്റ്റീവ് ടീച്ചിങ്. മനസ്സിലായില്ലേ? അപ്പം പേഷ്യൻസിന് നമുക്കിപ്പം അതിനുള്ള സംവിധാനമുണ്ട്. ലൈവായിട്ട് പേഷ്യൻസിനെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി അതും കേസ് എടുക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും ഒക്കെ അതിനുള്ള അവസരങ്ങൾ നാം ഒരുക്കണം. അതുപോലെ മാൻഡേറ്ററി കേസ് ട്രാക്കിംഗ്. കാരണം ഇപ്പം നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരു മാസമാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഏതെങ്കിലും കേസ് വല്ലോ പനിയോ ചുമയോ ജലദോഷമോ കണ്ട് പഠിക്കാമെന്നല്ലാതെ ഏതെങ്കിലും ക്രോണിക് കേസ് നമുക്ക് ആർക്കെങ്കിലും ഫോളോ അപ്പ് ശരിക്കും കണ്ടു പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ 1 month എന്നുള്ളത് ചിലപ്പം 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഒക്കെ ഒരു കേസ് ഫോളോ ചെയ്തെങ്കിൽ ആ കേസ് ക്യൂർ ആയോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതിനുള്ള അവസരം നിങ്ങൾക്കും പഠിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം അവിടുത്തെ മൊഡ്യൂൾസ് ആ രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പോരാ. വർഷങ്ങളോളം കേസുകൾ ഫോളോ ചെയ്യാനുള്ള അവസരം നമ്മുടെ ഗ്രാജുവേറ്റ്സിനുണ്ടാകണം. അത് നാമായിട്ടുണ്ടാക്കണം. മനസ്സിലായില്ലേ? സോ IFPH ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്. അപ്പം അതിൻ്റെ റെമഡി റെസ്പോൺസ് അറിയാനായിട്ട്, പ്രോഗ്നോസിസ് അറിയാനായിട്ട്, ദെൻ സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ, തേർഡ് പ്രിസ്ക്രിപ്ഷൻ, ഇതെല്ലാം അറിയണം. മനസ്സിലായില്ലേ? ഇതിനുള്ള അവസരം ഒരുങ്ങണം. Then facilitate direct apprenticeship with experienced successful practitioners. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയുള്ള നല്ല പ്രാക്ടീഷണേഴ്സിന്റെ കൂടെ ഇരിക്കാനുള്ള അവസരം ജൂനിയർ ഡോക്ടേഴ്സിന് ഉണ്ടാക്കുക. ആൻഡ് സ്പെയർ ടൈം to master case taking, case analysis, repertorization, precise selection of potency, dose and repetition.
Then employ faculty who are actively practicing homeopaths with a vast clinical experience. ഞാൻ ഓർക്കുന്നു, പിന്നെ പണ്ടൊക്കെ ഹൗസ് സർജൻസി സമയത്ത് ഒരു 6 മാസം നമുക്ക് റൂറൽ എക്സ്പീരിയൻസ് ഉണ്ട്. റൂറൽ ക്ലിനിക്കുകളിൽ പോയി ഇരിക്കാൻ പറ്റും. അവിടെ ഇപ്പോൾ ഡോക്ടർ ചന്ദ്രശേഖരൻ സാർ ഉള്ള സമയത്ത് തിരുവനന്തപുരത്ത് സാറിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി 4-5 പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. പക്ഷെ അവിടെ ഇരിക്കാൻ ഭയങ്കര ഇടിയാണ്. കാരണം സാറിന് നല്ല മെറ്റീരിയൽ മെഡിക്കൽ നോളജ് ഉണ്ട്, നല്ല പെത്തോളജി നോളജ് ഉണ്ട്, നല്ല ഡയഗ്നോസ്റ്റിക് സ്കില്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് അത് ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ട് അവിടെ പോകാൻ വേണ്ടി ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ഇതുപോലെ ഇപ്പോഴ് ഒരുപാട് ക്വാളിഫൈഡ് ആൻഡ് എഫിഷ്യന്റ് ഡോക്ടേഴ്സ് ഇന്നിപ്പം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നുണ്ട്. അവരെ എല്ലാം നമുക്ക് അവരുടെ എല്ലാം കീഴിൽ നമ്മുടെ ഗ്രാജുവേറ്റ്സിനെ എംപ്ലോയ് ചെയ്യാൻ വേണ്ടി പറ്റണം. ദെൻ ലോജിക്കൽ തിങ്കിങ്, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോകുന്ന ഒരു സാധനമാണ് ഈ ലോജിക്കൽ തിങ്കിങ്. എല്ലാം തിയറി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ പിന്നെ കേസ് വരുമ്പോഴത്തേക്ക് പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ പറഞ്ഞ പോലെ മണ്ടത്തരമായി പോകും. കാരണം ഇപ്പം ഞാൻ ഓർക്കുന്ന 1-2 കേസുകൾ. അപ്പം ഒരു കുഞ്ഞിനെ പിന്നെ 3 മാസമായ ഒരു കുട്ടിയെ വോമിറ്റിംഗ് ഓഫ് മിൽക്കും, പാല് കൊടുത്താൽ ഉടനെ ഛർദ്ദിക്കും. അങ്ങനെ ഒരു അടുത്തുള്ള ഹോമിയോ ക്ലിനിക്കുകളിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ നിന്ന് അവർ മരുന്ന് കൊടുത്തു, കുറഞ്ഞില്ല. അടുത്ത വേറൊരു ഹോമിയോ ക്ലിനിക്കിൽ കാണിച്ചു, അവിടെ മരുന്ന് കൊടുത്തു, കുറഞ്ഞില്ല. അവസാനം ഡോക്ടർ ചന്ദ്രശേഖരൻ ഡോക്ടറെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എന്താണ് വോമിറ്റിംഗ് ഓഫ് മിൽക്ക്. സാറ് പെട്ടെന്ന് ചോദിക്കുന്നു എന്താ ഹിസ്റ്ററി ചോദിച്ചപ്പോഴത്തേക്ക് 2-3 ഹോമിയോ ഡോക്ടേഴ്സിനൊക്കെ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. സാർ ഉടനെ ആ കുട്ടിന് കൊടുത്ത് ട്യൂബർക്കുലിനാണ് കൊടുത്ത്. ട്യൂബർക്കുലിന് കൊടുത്ത കൊച്ചിന്റെ വോമിറ്റിംഗ് പൂർണ്ണമായിട്ട് നിന്നു. അപ്പൊ ഇത് ഉടനെ തന്നെ അവിടെ ഇരുന്ന ഹൗസ് സർജൻസ് എഴുതി വെക്കുകയാണ്, വോമിറ്റിംഗ് ഓഫ് മിൽക്ക് ട്യൂബർക്കുലിന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇത് മാവേലിക്കരയിൽ അവിടെ ഇരുന്ന ഹൗസ് സർജൻ പോയി ക്ലിനിക്ക് ഇട്ടു. അവിടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് വോമിറ്റിംഗ് ഓഫ് മിൽക്ക്, ഉടനെ തന്നെ ട്യൂബർക്കുലിനെ കൊടുക്കുന്നു. പിറ്റേ ദിവസം കൊച്ചിനെ ICU അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായില്ലേ? അത് ഇവിടെ ലോജിക്കൽ തിങ്കിങ് ഇല്ലാതെ പോകുന്നുള്ള ഒരു ഹോമിയോ ക്ലിനിക്കിൽ ഒരു കൊച്ചിന് ഛർദിലുമായിട്ട്, പ്രത്യേകിച്ചും പാല് ഛർദിച്ച് വരുന്ന കൊച്ചിന് ആദ്യമേ അവിടുത്തെ ഡോക്ടേഴ്സ് ചിന്തിക്കുന്ന എന്തോന്ന്, നമ്മൾ സാധാരണ കൊടുക്കുന്ന ആന്റിക്രൂഡോ ഇപ്പിക്കാക്കോ ഏത്യൂസായോ ഒക്കെ കൊടുക്കും. ഇത് ഹോമിയോ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് വന്ന കേസാണ് എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ബേസിക് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടാവും എന്ന സാമാന്യ ബുദ്ധി അത് ചന്ദ്രശേഖരൻ ഡോക്ടർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഏത്യൂസയിലേക്കും ഈ പിന്നെ ആന്റിക്രൂഡിലേക്കും ഇപ്പിക്കാക്കയിലേക്കും ഒന്നും പോകാതിരുന്നത്. സാറ് അതെല്ലാം പരീക്ഷിച്ച് തോറ്റതാണ്. അതുകൊണ്ട് ഇനി ആവശ്യം ട്യൂബർക്കുലിനമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം, ഇതാണ് ലോജിക്. ഈ ലോജിക്കില്ലായ്മ പലപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് നിന്ന് അലട്ടുന്നുണ്ട്. ഇത് ലോജിക്ക് എന്നുള്ളത് ഈ ട്രെയിനിങ് വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു പ്രോഗ്രാം പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം. ഇനി WHO കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തു പോവാണ്. കാരണം നമുക്കറിയാം, സോ വി ഹാവ് ടു അലൈൻ. നമ്മൾ വേറെ ഒരു ഭൂഖണ്ഡത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം ഇവിടെയുള്ള സൊസൈറ്റിയിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ കൂടെ ചേർന്ന് പോകാനേ പറ്റൂ. വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ തൊഴി കിട്ടും, അടി കിട്ടും, പുറം തള്ളപ്പെടും. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. കുറച്ചെങ്കിലും വി ഹാവ് ടു അലൈൻ വിത്ത് ദ WHO ട്രഡീഷണൽ മെഡിസിൻ സ്ട്രാറ്റജി. പ്രത്യേകിച്ചും ഇൻ്റഗ്രേറ്റ് the principles of the WHO ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സ്ട്രാറ്റജി. അതായത് 2025 മുതൽ 2034 വരെ ഒരു പ്രോഗ്രാം ഓൾറെഡി ഉണ്ട് ട്രഡീഷണൽ മെഡിസിൻ്റെ. ഇതെന്താണെന്നും അത് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ കൂടെ ചേർന്ന് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യണം. അല്ലാതെ വേറിട്ട് നിന്ന് ചിന്തിക്കുമ്പം എപ്പോഴും നമ്മൾ പുറന്തള്ളപ്പെടുന്നു എന്നുള്ള ഒരു സത്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഓരോ എപ്പിഡമിക്ക് വരുമ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സർക്കാരും കേൾക്കില്ല. ഇവിടെ കോഴി വസന്ത അല്ല, ഇപ്പം നമ്മുടെ ആലപ്പുഴയിൽ വസന്ത വന്നു, പിന്നെ പക്ഷിപ്പനി വന്നു. നമ്മൾ എന്തോരം കിടന്ന് പിന്നെ ശബ്ദം ഉയർത്തുന്നു. എന്തുകൊണ്ട് ഉയരങ്ങളിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ അധികാരികൾ എത്തുന്നില്ല? കാരണം അവരെല്ലാം ദേ ആർ ഓൾറെഡി സിസ്റ്റം അലൈൻ വിത്ത് ദ WHO പ്രോട്ടോകോൾസ്. അതുവഴിയേ അത് പോകൂ. അതിന് മാറ്റം വരണമെങ്കിൽ ആ പ്രോട്ടോകോളിൽ മാറ്റങ്ങൾ വരുത്തണം. അതിന്
ആ പ്രോട്ടോകോൾ എന്താണ് എന്ന് നാം പഠിക്കണം. അല്ലെങ്കിൽ പുതിയ പ്രോട്ടോകോൾസ് ഉണ്ടാക്കണമെങ്കിൽ ഓരോ പ്രോട്ടോകോളും 10ഉം 15ഉം വർഷം ഓരോ രാജ്യത്തും, ഇപ്പം ഒരു കോളറ പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ല, 10ഉം 15ഉം വർഷം ഓരോ രാജ്യത്തും കോളറ എപ്പിഡമിക് വരുമ്പോൾ അവിടുത്തെ ചികിത്സാ രീതികൾ മനസ്സിലാക്കുകയും റിസർച്ച് ചെയ്യുകയും അതിൻ്റെ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ അവർ കോയിൻ ചെയ്യുന്ന രീതികൾ ഓരോ കൺട്രീസിൽ നിന്നും WHO വരുമ്പം അവരാണ് പല രാജ്യത്തും പല രീതിയിലാണ് പല ക്ലൈമറ്റിലാണ് ഈ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ആക്ഷൻ എന്ന് മനസ്സിലാക്കി അവരങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി രാജ്യങ്ങളെ പ്രേരിപ്പിക്കുക. ഇത് എത്ര ഹോമിയോപ്പതി സ്ഥാപനങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്? അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി തന്നെ ഈ WHO പ്രോട്ടോകോൾസ് പഠിക്കുന്നതിനും അതിനുവേണ്ടി തന്നെ കുറച്ച് പേര് മെനക്കെടുകയും അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ബുക്കുകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിനുവേണ്ടി തുനിയണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. Then we have to focus on integrative care protocols. നമുക്ക് we can integrate with other systems. അതായത് ഒരു ആഡ് ഓൺ തെറാപ്പി. നമുക്കറിയാം, ഇപ്പം ഒരു CKD, ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ 10ഉം 14 മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവർ പറയാം ഇനി ഞങ്ങൾക്ക് ഹോമിയോപ്പതി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ 14 മരുന്ന് നിർത്താൻ മെനക്കെടാറില്ല. സോ അതിനകത്ത് ഒഴിവാക്കാൻ പറ്റുന്ന മരുന്നുകൾ ഒഴിവാക്കുകയും എന്നിട്ട് നമ്മുടെ മരുന്ന് അതിൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് അല്ലേ. പ്രത്യേകിച്ചും ഈ അയൺ സപ്ലിമെന്റ്സ്, ഈ ഹീമോഗ്ലോബിൻ കുറയുന്നവർക്കൊന്നും പെട്ടെന്നൊന്നും അയൺ സപ്ലിമെന്റ്സ് ഒന്നും ഒഴിവാക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഹോർമോൺ ഒഴിവാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് വരുന്ന ആൾക്ക് ഇൻസുലിൻ നമ്മൾ ഡെയിലി എടുക്കേണ്ടി വരില്ലേ? അവന് ഈ പനിയോ ചുമയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ഒഴിവാക്കാൻ പറയാറില്ല. സോ ഈ ഒരു ഇന്റഗ്രേഷൻ, അപ്പം ഒരു ആഡ് ഓൺ തെറാപ്പി പോലെ നമുക്ക് എല്ലാ രോഗങ്ങളും നമുക്ക് ഇടപെടാൻ പറ്റും. പക്ഷേ അലോങ് വിത്ത് അലോപ്പതി മെഡിസിൻ കൊടുക്കുന്ന കൂട്ടത്തിലായിരിക്കും നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കേണ്ടി വരുന്നത്. ഇത് നമ്മുടെ ഇടയിൽ ഒരു വലിയ അവയർനെസ് പ്രോഗ്രാം നമ്മുടെ ഡോക്ടേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കാർഡിയാക് പേഷ്യൻസിന് ഇപ്പോൾ എക്കോസ്പിരിനോ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊന്നും പെട്ടെന്ന് നിർത്താൻ പറ്റാറില്ല. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് മറ്റ് രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള മെത്തഡോളജി പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ക്ലിനിക്ക് നമുക്കൊരു ഡിജിറ്റൽ ക്ലിനിക് ഇൻ്റർഫേസ് തുടങ്ങാം. നമുക്ക് ഒരു ഡിജിറ്റൽ ക്ലിനിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കയറാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊഡ്യൂൾസ് സെലക്ട് ചെയ്യാൻ പറ്റും. 3 months 6 months അല്ലെങ്കിൽ 1 year പ്രോഗ്രാമിൽ അവർക്ക് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക. 25,000 50,000 ഒക്കെ നിങ്ങൾ വെച്ചോ. പക്ഷേ ആ പ്രോഗ്രാമിൽ ഇൻറ്റൻസീവ് കേസ് അനാലിസിസും കേസ് ടേക്കിങ്ങും അതുപോലെ തന്നെ വേരിയസ് ഡോക്ടേഴ്സിൻ്റെ സ്പീച്ചും ക്ലാസ്സുകളും ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസ് ആയിരിക്കും. 3 months കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫുൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് നല്ല പ്രാക്ടീഷണറായിട്ടായിരിക്കും നാളെ അവർ പുറത്ത് വരുന്നത്. മനസ്സിലായില്ലേ? ഈ രീതിയിൽ ഒരു മെത്തഡോളജി നാം ഓരോരുത്തരും പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണമെന്നുള്ളത് ഇത്രയുമാണ് ബേസിക്കായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അതിൽ ഈ മോഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും അക്യൂട്ട് കേസുകൾ മാനേജ് ചെയ്യുന്ന ഒരു മൊഡ്യൂള് എൻ്റെ ചെറിയ മനസ്സിൽ ചെറിയ ഐഡിയയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. ക്രോണിക് കേസ് മാനേജ്മെന്റ് അതെങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ സർജിക്കൽ കേസുകൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഗൈനക്കോളജിക്കൽ കേസുകൾ എങ്ങനെ മാനേജ് ചെയ്യണം, ടെർമിനൽ കേസ് മാനേജ്മെന്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ടെർമിനൽ കേസുകൾ നമ്മളെ അന്വേഷിച്ച് വരുന്ന കാലമാണ് ഇപ്പം. അത് എങ്ങനെയാണ് ലോങ് ടേമിൽ മാനേജ് ചെയ്യാൻ പോകുന്നത്? ലോ പൊട്ടൻസി പ്രിസ്ക്രിപ്ഷൻ, നമ്മുടെ കോളേജുകളിലൊക്കെ ഒരു മരുന്നിന്റെ കൂട്ടത്തിൽ ഒരു മരുന്നിന് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡൻസ് സമ്മതിക്കില്ല. നമ്മുടെ അധ്യാപകർ ഒപ്പം തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് ഇല്ലാതാക്കി കളയും. ലോ പൊട്ടൻസി പ്രിസ്ക്രൈബ്, ഇപ്പം കെൻഡിയൻ വേ അനുസരിച്ച് 12 weeks താഴെയുള്ളതൊക്കെ
പോയിസണസ് പൊട്ടൻസീസ് ആണെന്ന് പഠിപ്പിക്കുകയും അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും മെനക്കെട്ട ഉടനെ തന്നെ അവനെ കുഴി എടുത്ത് വെട്ടാൻ എറിയാൻ തുടങ്ങും. മനസ്സിലായി? അതുകൊണ്ട് അധ്യാപകരൊന്നും കഴിയുന്നത്ര ലോ പൊട്ടൻസി ടിഞ്ചർ കൊടുക്കാൻ മെനക്കെടാറില്ല, എന്തിന് വയ്യാവേലി പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം പക്ഷെ നമ്മുടെ സ്റ്റുഡൻസിനെ എക്യുപ്ഡ് ആക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പാലിയേഷൻ നടത്തേണ്ടതായിട്ട്, ചിലപ്പോൾ സപ്രഷൻ നടത്തേണ്ടതായിട്ട് വരും. ടെർമിനൽ കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകൾ നമുക്ക് തൽക്കാലം ഈ പറയുന്ന രീതിയിൽ ലോ പൊട്ടൻഷ്യൽ ടിഞ്ചേഴ്സ് കൊടുത്ത് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഉള്ള ആ മൊഡ്യൂൾ നമ്മൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യണം. ആൾക്കാർ കേൾക്കുകയും വായിക്കുകയും ചെയ്യട്ടെ. ഹൈ പൊട്ടൻസി പ്രിസ്ക്രൈബേഴ്സിന് അതിനുള്ള ഒരു മൊഡ്യൂളുണ്ട്. ഹൈ പൊട്ടൻസി മാത്രം പ്രിസ്ക്രൈബ് ചെയ്ത് കേസ് ക്യൂർ ചെയ്ത മൊഡ്യൂൾസ് 100, 150, 200 കേസുകൾ നമ്മൾ ഈ കൂട്ടത്തിൽ ഇൻകോപ്പറേറ്റ് കഴിഞ്ഞാൽ ദേ ക്യാൻ സീ കേസസ്. മനസ്സിലല്ലേ? അതുപോലെ തന്നെ കെൻഡിയൻ വേ പ്രിസ്ക്രൈബേഴ്സ് ഉണ്ട്, ബോറിക്ക് വേ പ്രിസ്ക്രൈബേഴ്സ് ഉണ്ട്, നാഷിന്റെ, ശങ്കരന്റെ, വിദോൽക്കാസിന്റെ, റിച്ചാർഡ് വേ, ഇതെല്ലാം ഓരോ മൊഡ്യൂളായിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുകയാണ്. എല്ലാവരും കേൾക്കുകയും വായിക്കുകയും ചെയ്യട്ടെ, ആവശ്യമുള്ളത് വന്നിട്ട് ഉൾക്കൊള്ളട്ടെ. അതിനകത്ത് സ്കിൽഡ് ആയിട്ടുള്ളവരും അവരുടെ ലോജിക്കൽ ആപ്ലിക്കേഷൻ വരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന അവർ ഇംപ്ലിമെന്റ് ചെയ്യട്ടെ. അതുപോലെ അലുമിനി, നമ്മുടെ എല്ലാ ഗ്രാജുവേറ്റ്സ് ഇറങ്ങിയ കോളേജുകളൊക്കെ അലുമിനീസ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സിനെ എപ്പോഴും ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിയറസ്റ്റ് ലാബുകൾ, അതുപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി സെന്റേഴ്സ്, പിന്നെ ഫിസിയോതെറാപ്പി സെന്റേഴ്സ്, സ്പീച്ച് തെറാപ്പി സെന്റേഴ്സ്, ഓപ്താൽമിക് ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ ആയിട്ട് നമുക്കൊരു റാപ്പ് എപ്പോഴും ആവശ്യമാണ്. അതിനുള്ള സംവിധാനവും ഓരോ ജില്ലയിലും നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇവരെ ആരെയും നമ്മൾ വേറിട്ട് നിർത്തുകയോ വേറിട്ട് കാണുകയല്ല ചെയ്യും. ഈവൻ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് പോലും നമുക്ക് റാപ്പ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റെഫർ ചെയ്യാനോ ഒരു ഡിസ്കസ് ചെയ്യാനോ ഒക്കെ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. മെന്റർഷിപ്പ്, ഇപ്പോൾ 1-to-1 മെന്റർഷിപ്പ്, ഓരോരുത്തരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ മെന്റേഴ്സ് ആകാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തന്നെ മെന്റർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റും നമ്മുടെ ഡോക്ടേഴ്സിന്. ഓക്കെ, ഇനി കുറെ അധികം പോയിന്റുകളാണ്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ഒരു സജഷൻ, IFPH ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്. ഇങ്ങനെ ഒരു പദ്ധതി, അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇതൊരു ലോങ് ടേം പ്രോജക്റ്റ് ആയിട്ട് എടുക്കുകയും അതുവഴി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ്, 4, 5, 10 ലക്ഷം രൂപ മുടക്കിയാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ഓക്കെ, വി ക്യാൻ മാർക്കറ്റ് ഇറ്റ്. നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 months 6 months കോഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇത് ഈ മൊഡ്യൂളിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നല്ല ഒന്നാം തരം പ്രാക്ടീഷണേഴ്സ് ആകാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു സംവിധാനം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തെ ഒരു പ്രോഗ്രാം, അതായത് നമ്മുടെ ഈ വർഷാവർഷം നടത്തുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കട്ട് ചെയ്താൽ മതി. ആ എമൗണ്ട് ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചാൽ പോലും ഇത് സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ഇത് മെറ്റീരിയലൈസ് ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ട്. കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഡോക്ടർ ഷീല. ഓക്കെ ഡോക്ടറെ, എന്തായാലും ഒരു വേറിട്ട ചിന്താഗതിയിലൂടെ ഡോക്ടർ ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ ഡോക്ടർ പ്രസന്റ് ചെയ്തത്. ആദ്യ ഭാഗത്ത് ഞാൻ വിചാരിച്ചു എങ്ങനെ ഇത് ഏത് വഴി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് ഡോക്ടർ അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, IFPH അതിനൊരു മുൻകൈ എടുക്കണം, അങ്ങനെ ഒരു മൊഡ്യൂൾ തയ്യാറാക്കണം എന്നുള്ളതും ഡോക്ടർ തന്നെ പറഞ്ഞു. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി മറ്റു ഡോക്ടേഴ്സിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം, ഡിസ്കഷനിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. എന്തായാലും വേണുഗോപാൽ ഡോക്ടർ ആദ്യം തന്നെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുകയാണ്. വേണുഗോപാൽ ഡോക്ടർ ക്ഷണിക്കും. ഡോക്ടർ യാഹ്യാജി, നിങ്ങൾക്ക് ഈ 6th സെൻസ് കുറച്ച് കൂടുതലാണ്, അതാണ് പ്രശ്നം. അതായത് കോമൺ സെൻസ്, 6th സെൻസ് ആണ് കോമൺ സെൻസ്. അത് നിങ്ങൾക്ക് കുറെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് എല്ലാം തന്നെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യേണ്ടതുമാണ്. ആൻഡ് ഈവൻ അതിന്റെ ലോജിസ്റ്റിക്സ് നിങ്ങൾ കാര്യമായിട്ട് പറഞ്ഞു. 10-15 ലക്ഷം വെച്ച് ആനുവലായിട്ട് ഒരെണ്ണം നടത്തി അവിടെ വന്ന് മറ്റേ പൊറോട്ടയും മറ്റേ എല്ലാം അടിച്ച് സംഗതി
എല്ലാം വീർത്ത് അത് കഴിഞ്ഞിട്ട് നേരെ കക്കൂസ് പോയി തൂറിയിട്ട് പോകും. അതിന് പകരം ഏഹ്, അതിന് പകരം അതിന്റെ ഒരു 50% കാശ് വെച്ച് ഇതേപോലുള്ള ആക്കി കഴിഞ്ഞാല്, അതായത് ദിസ് ഇസ് മൈ, ഇതിന്റെ കൂടെ എന്റെ യു മേ ഫൈൻഡ് ഇറ്റ് അത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഈ റൈറ്റ്. നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സ് ഇപ്പൊ ഈ MBA കോഴ്സ് നിങ്ങൾക്ക് കുറെ പഠിക്കണം. നമുക്ക് MBAയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് IIM ഇങ്ങനെയുള്ള ടോപ്പ് റേറ്റഡ് അവിടെ എന്ത് അറിയാം. ബിക്കോസ് എന്റെ മകൻ MBA കഴിഞ്ഞിട്ടുള്ളതാണ്. എന്റെ മകൻ വന്നിട്ട് ഈ നാട്ടില് സിംബയോസിസ് എന്ന് പറഞ്ഞ അവിടെ നിന്ന് അവൻ MBA കഴിഞ്ഞാണ്. അതുകൊണ്ട് എനിക്കറിയാം. അവരെന്നറിയാം ഇൻഡസ്ട്രിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്പേർട്സിനെ കൊണ്ട് ഇടയ്ക്കും മറയ്ക്കും ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ ഇവർക്ക് എന്താണ് അവിടെ നടക്കുന്നത്, ഇതെല്ലാം ബാക്കി മിക്ക ഫാക്കൽറ്റിയും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി 90% ഒരു പ്രൈവറ്റ് പ്രാക്ടീസും ചെയ്യാതെ ഒന്നും അറിഞ്ഞൂടാ. അവർക്കെല്ലാം കിതാബിലുള്ള വിവരം മാത്രമേ ഉള്ളൂ. ട്ടാ. അവര് സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ടില്ല. അവര് നീന്തൽ പഠിപ്പിക്കും, എങ്ങനെ നീന്തണമെന്ന് കേട്ടോ. അവര് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് പോലും ഇല്ല. എല്ലാം നീന്തൽ വിദഗ്ധന്മാരാണ്. അത് മെഡിക്കൽ കോളേജിൽ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ തന്നെ കുറെ സാറന്മാരുണ്ട്. അവർക്ക് വന്നിട്ട് ഒരു രക്ഷയില്ല. അവരൊക്കെ ഒരു ഒരു ക്ലിനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ മിക്കവാറും അതിന്റെ 16 അടിയന്തരം പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അങ്ങനെ ഉള്ള കുറെ പേരുണ്ട്. ഒരു ആള് പോലും വരത്തില്ല. അതെ. അപ്പൊ അതുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആ പ്രാക്ടീഷനെ വെച്ചിട്ട് ഓരോരുത്തരെയും കൊണ്ട് 1 മണിക്കൂറുള്ള ഒരു വീഡിയോ റെക്കോർഡിങ് ഈ കോഴ്സിനുള്ള ഞാൻ പറഞ്ഞു വെച്ചാൽ 1 മണിക്കൂർ അവരവരുടേതായിട്ടുള്ള ചില എക്സ്പീരിയൻസ് ബേസ്ഡ് അതിന് വിസ്ഡം അതിനെ 1 മണിക്കൂർ വെച്ച് ഒരു 30 പേരെ തപ്പി പിടിച്ചെടുത്ത് അതിന് 30 മണിക്കൂറായി. അതിനെ ഇതേപോലെ ഒരു 3000 റുപ്പീസോ 5000 റുപ്പീസോ ഒന്ന് ചാർജ് കഴിഞ്ഞാൽ അത് ശരിക്കും ലൈഫിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വാങ്ങിക്കും. അതിന്റെ ക്വാളിറ്റി ഇതായിരുന്നുണ്ടെങ്കിൽ. സോ ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട്. അത് ദാറ്റ് ഈസ് വൺ ഓഫ് മൈ സജഷൻസ്. അടുത്തത് രണ്ടാമത്തെ വന്നിട്ട് ഈ പറഞ്ഞ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതാണ് ഏറ്റവും വളർത്തേണ്ടത്. അവിടെയാണ് വളരെ വളരെ മോശമായിട്ടുള്ളത്. എസ്പെഷ്യലി ഞാൻ എൻ്റെ അലോപ്പതി എക്സ്പീരിയൻസ് ശരിക്കും അറിയാം. അതായത് ഞാൻ അവിടെ ഒരു 12 കൊല്ലത്തിന് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി അവിടെ വേറൊരാളെ കാണാനായിട്ട് പോയി. അപ്പോൾ ആ കാഷ്വാലിറ്റിയിൽ ഒരു ജൂനിയർ ഡോക്ടറെ അടുത്ത് ഒരു പേഷ്യന്റെ ബൈസ്റ്റാൻഡർ ഇങ്ങനെ ചോദിക്കുന്നു. ആ ബൈസ്റ്റാൻഡർ ഒരു ലുങ്കി കൊടുത്തേക്കുക. മിക്കവാറും ഹൈസ്കൂൾ അല്ലെങ്കിൽ കൂടിപ്പോയ വല്ല +2 വല്ലതും പഠിച്ചതാണ്. സാറേ പേടിക്കാൻ വല്ലതും ഉണ്ടോ ചോദ്യം. അപ്പൊ അതിന് ഉത്തരം എങ്ങനെ പറയാണ് ചിരിച്ചുകൊണ്ട്. ഒരു 48 hours കഴിയുമ്പോഴേ നമുക്ക് പ്രോഗ്നോസിസ് പറയാൻ പറ്റത്തുള്ളൂ. എങ്ങനെയുണ്ട് ഈ പ്രോഗ്നോസിസ് എന്നുള്ള വാക്ക്? ഞാൻ അതിന് ശേഷം ഒരു 10 പേരത്ത് MA ഇംഗ്ലീഷ് കഴിഞ്ഞവർക്ക് ഞാൻ ചോദിച്ചു, ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഉള്ളപ്പോൾ അവൻ്റെ അടുത്ത് ഒരു 48 hours, അത് ഇംഗ്ലീഷിലാണില്ല, 48 hours കഴിഞ്ഞാലേ നമുക്ക് പ്രോഗ്നോസിസ് പറയാൻ പറ്റത്തുള്ളൂ. അവൻ ചിരിച്ച എക്സ്പ്രഷനാണ്. അപ്പൊ അവൻ വിചാരിക്കുന്ന അറിയാം പേടിക്കാനില്ല എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ അവിടെ ഫെയിലിയറായി. അവൻ നോക്കുമ്പോൾ ഡോക്ടറുടെ ഒരു സ്മൈലിംഗ് എക്സ്പ്രഷനാണ്. 48 hours കഴിഞ്ഞാലേ പ്രോഗ്നോസിസ് പറയാൻ പറ്റത്തുള്ളൂ. അവൻ അവിടെ ചെന്ന് എന്തായിരിക്കും പറയുന്നത്? ഞാൻ ഡോക്ടർ സംസാരിച്ച് പേടിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. തീർന്നില്ലേ? ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ടെന്നുള്ളത്. മിക്കവാറും അടുത്ത 1/2 മണിക്കൂർ കഴിയുമ്പോൾ കാറ്റ് പോകും. ചിലപ്പോഴും കാറ്റ് പോകുമ്പോൾ എല്ലാവരും കയറി ഡോക്ടറെ അങ്ങോട്ട് കംപ്ലീറ്റ് പിഴിച്ചൽ എല്ലാവരുടെ ചികിത്സയും കൊടുക്കും. അതാണ് മിക്കപ്പോഴും അവിടെ ഈ അടി. പണ്ടൊക്കെ ആണെങ്കിൽ അടി പാർസലിൽ വരും എന്ന് പറയും. ഇപ്പൊ അവിടെ നാട്ടിലാണെച്ചാൽ അടി അപ്പോഴേ തന്നെ കിട്ടും, റെഡിമെയ്ഡ് ആയിട്ട് അപ്പോഴേ തന്നെ ഇൻസ്റ്റന്റ്. അത് ഈ പണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അടി കിട്ടത്തില്ലായിരുന്നു, എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ഇന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അതായത് പൂവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് കാര്യമായിട്ട് റൈറ്റ് ഫ്രം ദി ബിഗിനിങ്. ഞാൻ ഇതിന് കുറെ എഫർട്ട് ഇട്ട് കേട്ടോ. യാഹ്യ ഞാൻ അവിടെ നാട്ടിൽ 5.5 കൊല്ലം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വോളണ്ടിയർ ചെയ്തു. കുറെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാരെ കണ്ടു. അതായത് എൻ്റെ ടൈം ഇതിന് ടോക്ക് കൊടുക്കാന്നുള്ളതൊക്കെ. കൊള്ളാം, നമുക്ക് ബിസിയാണ് കേട്ടോ, നമുക്ക് നോക്കട്ടെ, ലെറ്റിനോ. ഒരിടത്ത് മാത്രമേ നടന്നുള്ളൂ, കോട്ടയത്ത്. എന്ന് വെച്ചാൽ ആ കോട്ടയത്തെ പ്രിൻസിപ്പൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു പണ്ട്. ബാക്കി എല്ലായിടത്തും ഇല്ല, ആർക്കും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് അവിടെ ഇത് ചെന്ന് കഴിഞ്ഞാൽ വിൽ ബി ഫ്രസ്ട്രേറ്റിംഗ്. മറ്റേ ഐഡിയ ആണ് നിങ്ങൾ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ അഗ്രസീവായിട്ട് എല്ലാവർക്കും കൊടുക്കുക,
ലെറ്റ് ദം പേ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ. സാറ് ഇത് എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ഈ ക്ലാസ് മൊത്തം അല്ലെങ്കിൽ ഇന്നത്തെ വിഷയം അത് ഏഷ്യ ഡോക്ടർ പറഞ്ഞ മുഴുവനും കേട്ട് അതിനൊരു 1-2 പരിഹാരങ്ങളും സാറ് പറഞ്ഞു. ഹോമിയോപ്പതി അല്ല സാറെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ സാറ് ശ്രദ്ധിച്ചതിന് ഒരു നിർദ്ദേശങ്ങളും പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോ ഇനി അടുത്തത് മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറിന് സംസാരിക്കും. എന്തായാലും വേണുഗോപാൽ സാർ പറഞ്ഞ പോലെ ഈ ഡോക്ടർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പൊതുവെ കുറവുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഡോക്ടർ സാമുൽ ഹനുമാൻ പറഞ്ഞത് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് അണ്ടർ ദ സൺ എന്നാണ്. സൂര്യന്റെ കീഴിലുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അത് ഈ പറഞ്ഞ ഈ മോഡ്യൂൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള പ്രധാനമാണ്. അപ്പൊ അതിന്റെ എക്സ്പെൻസ് വേണ്ടി വരും. ആര് ചെയ്യും? ഇനി ഇതെല്ലാം ചെയ്താലും എത്ര പേര് തയ്യാറാവും എന്നുള്ള അടുത്ത ചോദ്യമാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട എന്തിന് പഠിക്കുന്നു എന്നാണ് ചോദ്യം വരുന്നത്. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് നമ്മുടെ എല്ലാ മെഡിക്കൽ കോഴ്സുകളും മൊത്തത്തിൽ നേരിടുന്നൊരു ഭീഷണി അതിന്റെ ഡ്യൂറേഷനാണ്. 5.5 വർഷം 6 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാരണം എന്ന് വെച്ചാൽ അതൊന്നും ആവുന്നില്ലല്ലോ, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരണ്ടേ. അപ്പോൾ എനിക്കൊരു സജഷനുള്ള ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ കാര്യം പറഞ്ഞത് ഇതിന്റെ കോഴ്സിന്റെ ഡ്യൂറേഷൻ പഴയ ഡിപ്ലോമ കോഴ്സിൽ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ എല്ലാ ഈ വൊക്കേഷണൽ ഓറിയന്റഡ് കോഴ്സുകളാണ്. തുറമുഖം വന്നു. അപ്പോൾ ലോജിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്ന കുറേ പേര്, റിഫൈനറി വന്നു, അതിനെക്കുറിച്ച് ഇപ്പൊ അവർക്ക് ജോലിയാവുകയാണ്. അപ്പോൾ ഒരു കാര്യം. പിന്നെ വേറെ കാര്യം പറഞ്ഞത് ഈ ഇൻഡക്ഷൻ പ്രോട്ടോകോൾസ് നമ്മുടെ കുലശേഖരത്ത് ഡോക്ടർ അജയൻ ഇത് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. പ്രോട്ടോകോൾ ഡെവലപ്പ് മാത്രമല്ല അവിടെ ഈ കോളേജിൽ ഈ ഒരു രീതിയിൽ അവർ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ AI അസിസ്റ്റഡ് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇല്ലാണ്ട് നമ്മൾ ഒരുപാട് പുറകോട്ടായി പോകും. ഇതിനൊക്കെ ഉപരി വേറെ പ്രശ്നമുള്ളതെന്ന് അറിയാമോ? നമുക്ക് ഈ ജെന്യുവിൻ ആയിട്ടുള്ള കോഴ്സുകൾ എന്നുള്ളതാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് പോസിബിൾ ആണ്, പക്ഷെ സ്വയം സെൽഫ് ഡിക്ലെയർഡ് സ്പെഷ്യലിസ്റ്റ് ആവാൻ ഇപ്പൊ പറ്റുള്ളൂ. അതവിടെ ദോഷം. അപ്പൊ ആയുർവേദത്തിൽ ഇപ്പോൾ കുറെ കോഴ്സ് റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ദൗർഭാഗ്യം എന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ ഗ്രൂപ്പുകൾ പലതും ഷെയർ ചെയ്തപ്പോൾ ഒരാൾ പോലും കണ്ടായിട്ട് ഭാവിച്ചില്ല. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഒരു വീഡിയോ ഇറക്കി, പ്രൊമോഷൻ വീഡിയോ. ഞാൻ പലർക്കും അയച്ചു, പക്ഷേ അത് റെസ്പോണ്ട് വ്യക്തി ജസ്റ്റിസ് ഹരിഹരൻ സാറാണ്. നമ്മൾ IFPത്തിന്റെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, അഡ്വൈസറിയിലും പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ ഇട്ടുന്നു. ആരും കണ്ടില്ല, കണ്ടായിട്ട് ഭാവിച്ചതുമില്ല. അപ്പൊ നമ്മുടെ ഈ തണുപ്പൻ സമീപനം അത് നമ്മൾ ആദ്യം മാറ്റണം, എന്നിട്ട് മറ്റുള്ളവരോട് മാറ്റാൻ ശ്രമിക്കണം. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓക്കെ മനോജ് ഡോക്ടറെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ ആവാനുള്ള ചെറിയ രൂപങ്ങളെല്ലാം നമുക്ക് ഈ IFPHന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഒത്തിരി പേരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ഒത്തിരി മെഡിസിനുകൾ ഓരോരുത്തർ ഉപയോഗിക്കുന്നതെല്ലാം ഈ 1979 എപ്പിസോഡുകൾ പരിശോധിച്ചാൽ കിട്ടും. പിന്നെ അതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ മോഡറേറ്ററായോ ഇന്ററാക്ഷൻ ടൈമിലോ ഒക്കെ അത് ഇതിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കിട്ടും. അതുപോലും വേണ്ട രീതിയിൽ ആരും പ്രയോജനപ്പെടുത്തുന്നില്ല. എത്ര കുട്ടികൾ കയറുന്നു, കോഴ്സ് കഴിഞ്ഞ് എത്ര കുട്ടികൾ കയറുന്നു. നമ്മൾ ഘോരം പ്രസംഗിക്കുന്നു, കുട്ടികൾ പങ്കെടുപ്പിക്കണം. എത്ര കുട്ടികൾ പങ്കെടുക്കുന്നു? അത്യാവശ്യം കിട്ടേണ്ട നോളജ് എല്ലാം ഇതിലില്ലേ? എത്ര പേരുടെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ വരുന്നത്? ഓക്കെ, ഡോക്ടർ അജിനി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോ. ഞാനും ഡോക്ടർ എഹിയാസ് ഫിനിഷിംഗ് സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. പറഞ്ഞില്ല, മറന്നുപോയി. സോറി, ആ ഒരു പേര് വിട്ടുപോയി കേട്ടോ, സോറി. അപ്പോ കുറച്ചു നാളെ വന്നുള്ളത് കൊണ്ടാണോ പറയാത്തതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഡോക്ടർ പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും എത്ര പഠിച്ചാലും, ഇപ്പൊ ഡോക്ടർ ശൈല പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ കേട്ടാലും നമ്മൾ ഒരാളുടെ കീഴിൽ ഇരുന്ന് കേൾക്കുന്നതും ഇതും തമ്മിൽ നമ്മുടെ കോൺഫിഡൻസിന് ഒരുപാട് വ്യത്യാസം വരും. മറ്റേ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ധൈര്യം, നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്ന പോലെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് കൊള്ളാം എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ താഴ്ന്നു പോകും. അതേസമയം നമ്മൾ ഒരാളുടെ കീഴിലിരുന്ന് അവരെടുക്കുന്ന ക്യൂർ, പ്രത്യേകിച്ച് ഡോക്ടറൊക്കെ ആണെങ്കിൽ അപ്പോൾ ഉള്ള കേസ് മാത്രമല്ല, പുള്ളിയുടെ നേരത്തെ ഉള്ള കേസുകളും ഒക്കെ നമുക്ക് പറഞ്ഞ് അതിന്റെ സാഹചര്യങ്ങളൊക്കെ കഥ പോലെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് വീണ്ടും 3-4 പേര് വീണ്ടും വന്നതുകൊണ്ടാണ്, ഇരിക്കാൻ സ്ഥലമില്ലാതെ ഇറങ്ങിയത്. അപ്പൊ എന്തായാലും നല്ല ഫിനിഷിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അതെ, നല്ല തീർച്ചയായിട്ടും എനിക്ക് അവിടെ പോയത് എനിക്ക് എന്റെ കോൺഫിഡൻസിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്.
താങ്ക് യു. അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. അപ്പൊ അതുപോലെ ഓരോരുത്തരും അങ്ങനെ കുറച്ചു പേരെ ഏറ്റെടുക്കുവാണെങ്കിൽ നമുക്ക് വലിയൊരു സംഭവം ഒന്നും നടന്നില്ലെങ്കിലും അണ്ണാൻ കുഞ്ഞും തന്നാലായത് നടക്കും എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേണുഗോപാൽ ഓക്കെ സാറിന്റെ ഒരു പഴഞ്ചൊല്ലും കൂടെ ഞാൻ എടുത്ത്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ജെനി ഡോക്ടറെ. അടുത്തത് ധനേഷ് ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ധനേഷ് ഡോക്ടറെ സംസാരിച്ചോളൂ. യഹ്യ ഡോക്ടർ ഇന്ന് കൊണ്ടുവന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു കാര്യം IMPS ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുത്തൻ തലമുറയിലെ ഡോക്ടർമാർ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. കാരണം ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറായിട്ട് വരുമ്പോൾ നല്ല ടിപ് ടോപ്പ് കുട്ടപ്പനായിട്ടൊക്കെ ഇറങ്ങി വന്ന് ആ ഒരു ക്വാളിറ്റി തന്നെ ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ ഇതെങ്ങനെ തുടങ്ങണം, എവിടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം, എന്താ ചെയ്യേണ്ട, ആകെപ്പാടെ കൺഫ്യൂഷനായി. അപ്പൊ എൻ്റെ ഒരു ക്ലാസ്മേറ്റും എൻ്റെ സീനിയറുമായ ഡോക്ടർ ദിലീപ് എന്നോട് പറഞ്ഞ് വെറുതെ നിൽക്കില്ലേ, അങ്ങോട്ട് പോരും. അപ്പൊ ഹൗസ് സർജൻസി ടൈം കഴിയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു 2-3 ദിവസം രണ്ട് മൂന്നാഴ്ച ഡോക്ടറെ അവിടെ പോയി. അപ്പോൾ അവിടെ നല്ല തിരക്കാണ്, കുറേ പേഷ്യൻസ് വരുന്നുണ്ട്. വരുന്നവരെല്ലാം ഇങ്ങനെ നല്ല ആശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെ അത്ഭുതം തോന്നി. പ്രൈവറ്റ് ക്യാഷ് എല്ലാവരും പേ ചെയ്യുന്നുണ്ട്, ഒരാൾ പോലും കടം പറയുന്നില്ല. അപ്പം ഡോക്ടറാണെങ്കിൽ ക്ലാസിക്കൽ ഹോമിയോപ്പതിയാണ്, വളരെ ചിട്ടയോടുകൂടി ക്ലാസിക്കലായിട്ട് മെഡിസിൻ കൊടുക്കുകയും അത് കൃത്യതയോടുകൂടി തന്നെ ഓരോരുത്തർക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകളിലൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ശരിക്ക് നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടുന്നതിനൊരു കാരണമായി. അപ്പം അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്ക് അപ്പോയിൻമെന്റ് വന്നിരിക്കുകയാണ്, അടുത്ത ആഴ്ച ഞാൻ പോകും. സത്യത്തിൽ ഹോമിയോപ്പതിയുടെ ABCD പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇതെങ്ങനെ കൊടുക്കണം, ഇതെങ്ങനെയാണ് ഒരു ഡോസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു മെഡിസിനിൽ എത്തുന്നത്. അപ്പോൾ ഒരാൾക്ക് ഡോക്ടർ കാലിബൈക്ക് കൊടുക്കുന്നത്, പിന്നെ ഒരാൾക്ക് ചിലപ്പം ആഴ്സനിക് ആൽബ് കൊടുക്കുന്നത്, പിന്നെ ഒരാൾക്ക് ചിലപ്പോൾ ടരന്തുല കൊടുക്കുന്നത്. ഇങ്ങനെ ഒറ്റ മെഡിസിൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണുകയും അത് ഒരു ഡോസ് കൊടുക്കുകയും ആ രീതിക്കൊക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത്. കാരണം നമ്മൾ പഠിച്ച ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ പോലും അങ്ങനെ കാണുന്നില്ല. അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ കാണുന്നത് റിപ്പീറ്റ് എന്നാണ്. അപ്പം അതാണ് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് കാര്യമായ ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഡോക്ടർ പെട്ടെന്ന് അങ്ങ് പോവുകയും എന്നെ അവിടെ ഡോക്ടർ ആയിട്ട് അപ്പോയിൻമെന്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ വരുന്ന രോഗികൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ആകെപ്പാടെ ചെയ്തത് കുറേ നേരം അവരുടെ കൂടെ അങ്ങ് ഇരുന്ന് അവർ പറയുന്ന കഥകൾ മുഴുവൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഈ ഡോക്ടറും കൊള്ളാവുന്നൊരു ധാരണ അവരുടെ മനസ്സിലുണ്ടായി. അപ്പം ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു മെഡിസിൻ അങ്ങ് കൊടുക്കുകയായിരുന്നു. പക്ഷെ കുറേയൊക്കെ ഏറ്റു. പിന്നെ നല്ല രീതിയിൽ അന്നൊക്കെ അക്യൂട്ട് എമർജൻസി വരുമല്ലോ, കാല് പൊട്ടിയും കൈ പൊട്ടിയും. അപ്പോൾ ഇതൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതിന് ഈ ഡോക്ടർ നല്ല മിടുക്കനാണ്, ഇതിനൊക്കെ ചെയ്യാൻ ആള് മിടുക്കനാണ്, അങ്ങനെ ഒരു ഇമ്പ്രഷൻ കൂടി നമുക്ക് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് അവിടെ കുറേ പേഷ്യൻസ് കിട്ടിയപ്പോഴാണ് ഞാൻ പതുക്കെ എൻ്റെ വീട്ടിൽ പ്രാക്ടീസ് തുടങ്ങി, പേഷ്യൻസ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു 10-12 പേരായപ്പോഴത്തേക്കാണ് ഞാൻ പതുക്കെ നാട്ടിലോട്ട് പോരുകയും എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഇടുകയും ചെയ്തത്. അപ്പം അതിനുശേഷം ഞാൻ കണ്ടത് ഈ ഡോക്ടറുടെ അവിടെ ഇപ്പോഴും മുടക്കം. അതിനുശേഷം ഡോക്ടർ ഗവൺമെന്റ് സർവീസിലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഡോക്ടർ വേണുവിനെ വിളിച്ചിരുത്തുകയും ഡോക്ടർ വേണുഗോപാൽ നമ്മുടെ ശാരദാകൃഷ്ണയിലെ, അങ്ങനെ വേണു അവിടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസും തുടങ്ങി. അതിനുശേഷം ഡോക്ടറെ അവിടെ പ്രാക്ടീസ് റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം ഒത്തിരി മിനിമം ഒരു 5-6 ജൂനിയേഴ്സ് എപ്പോഴും ഡോക്ടറുടെ കൂടി ഉണ്ടാവും. ഇപ്പോഴും 6 ജൂനിയേഴ്സ് അവിടെ ഉണ്ട്. അപ്പം ഹോമിയോപ്പതി നല്ല രീതിയിൽ ചെയ്യുന്നവരുടെ അടുത്ത് പഠിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഒത്തിരി ഉണ്ടാകും. പക്ഷെ അത് അറിഞ്ഞു വരികയും ചെയ്യും. വരുന്നവരെ ഇരുത്താനുള്ള മനസ്സും കൂടെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടർമാരെല്ലാം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ രശ്മി ആണെങ്കിലും ദിലീപ് ഡോക്ടറുടെ അവിടെ ഇരുന്നിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടർ ധനേഷ് ഡോക്ടറെ രശ്മിയുടെ ശരിക്കും ക്ലാസ്സിലൂടെ പറയണേ, അപ്പൊ ഡോക്ടർക്ക് രണ്ട് അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ ഡോക്ടർ രശ്മി ക്ലാസിക്കലാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ രശ്മിക്ക് ഇപ്പോൾ മെഡിക്കൽ ഓഫീസറായിട്ട് അപ്പോയിൻമെന്റ് ആയിരിക്കുകയാണ്.
അപ്പം ഓക്കെ അങ്ങനെ അങ്ങനെ കുറെ രശ്മി അത് കഴിഞ്ഞ് MD എടുത്തു. അപ്പൊ അതുപോലെ ഒത്തിരി ഒത്തിരി പേര് ഇപ്പം തുടർന്ന് വരുന്നു. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള അവസരങ്ങൾ ചോദിക്കുന്നവരെ നമ്മൾ ഇരുത്താനുള്ള മനസ്ഥിതി ഉണ്ടാക്കണം. എൻ്റെ അടുത്ത് രണ്ടു മൂന്ന് പേര് ഇരുന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പെട്ടെന്നൊക്കെ തന്നെ പൊതുവെ ഒരു അലസത മനോഭാവമാണ്. ഡെഡിക്കേഷൻ ഉള്ളവർ വന്നാലേ അവർ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കാര്യം. എന്തായാലും ഈ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് കൂടുതൽ പേരെ മിടുക്കന്മാരാക്കാനും മെഡിക്കലാക്കാനുള്ള ശ്രമം തുടരാം എന്നാണ് ഞാൻ ഓക്കെ ഡോക്ടർ. പറയുന്നത്. അപ്പൊ അടുത്തത് ഷീല ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സംസാരിച്ചോളൂ ഷീല ഡോക്ടർ. ഹലോ ഡോക്ടറെ, നമസ്കാരം. ഡോക്ടർ യഹിയ, നമസ്കാരം. പറയൂ. ഞാനിത് ഇങ്ങനെ കുറെ നാളുകൊണ്ട് ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ശരിക്കും വളരെ ദീർഘവീക്ഷണത്തോടുള്ളൊരു കാര്യമാണ് ഡോക്ടർ യഹിയ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ശരിക്കും ഞാനും ഇതുപോലെ എവിടെയെങ്കിലും പോയി, കാരണം അറിയാലോ ഞാൻ കുറച്ചുനാൾ പുറത്തായിരുന്നു, ഇപ്പൊ ആണല്ലോ വന്നത്. ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് സംസാരിച്ചിരുന്നല്ലോ. ഞാൻ ധനേഷ് ഡോക്ടറോട് പറഞ്ഞു, ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഡോക്ടേഴ്സിന്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വന്നിട്ട് ഒരു പുതിയ, ഞാൻ ഇപ്പൊ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് പുതിയൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളും ഇവിടെ വെരി ന്യൂ ആണ് ആൾക്കാർ. അപ്പം നമ്മളിവിടെ ഇരുന്ന് ഇനി എത്ര വർഷം കഴിഞ്ഞാണ് പേഷ്യൻസ് എന്ന് അത് അറിയത്തില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു ജസ്റ്റ് തുടങ്ങാൻ നമുക്ക് സൗകര്യമായിട്ട് കിട്ടിയാൽ ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല ഡോക്ടേഴ്സിന്റെ കൂടെ ഇരിക്കാൻ ഒരു ചാൻസ് കിട്ടിയാലോ എന്ന് വരെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ധനേഷ് സാറിന് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തു. കാരണം IFPHന്റെ കീഴിൽ ഒത്തിരിയും ഡോക്ടേഴ്സ് ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പറയണേന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാത്രമല്ല പുതിയ ന്യൂ ജെൻ ഡോക്ടേഴ്സിന് ഡോക്ടർ യഹിയ പറയുന്നത് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ ഇതുപോലെയാണ് പഠിച്ചിറങ്ങിയപ്പം നമ്മളുടെ ആ ഒരു അക്കാഡമിക് ഇയറിൽ പഠിക്കുന്ന കാര്യമല്ല നമ്മൾ പ്രാക്ടിക്കലിലോട്ട് വരുമ്പം ഒത്തിരിയും വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഒരു പുതിയ ഡോക്ടേഴ്സിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഡോക്ടേഴ്സ്, അതായത് നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടേഴ്സ് മുൻകൈ എടുക്കുവാണെങ്കിൽ കുറച്ച് ന്യൂ ജനറേഷന് കുറച്ചും വളരെ പ്രയോജനപ്പെട്ടതും അവർക്ക്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഹോമിയോയുടെ ആ ഒരു ഇത് തന്നെ നഷ്ടപ്പെടുമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. കാരണം നമ്മളുടെ ഒരു കാലം വരെ ആൾക്കാർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഹോമിയോക്ക്. ഇനി വരുന്ന യങ് ജനറേഷൻ ആർക്കും ക്ഷമയില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം അവരൊക്കെ അത്രത്തോളം നിൽക്കുമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ മുമ്പുള്ള ആൾക്കാരുടെ പ്രാക്ടീസും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മൾക്ക് ആ ഒരു വിശ്വാസം വരുന്നത്. അപ്പൊ ഇനിയുള്ള ജനറേഷന് അത്രയും കൂടുതൽ ഹോമിയോയിലോട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയണം ഈ സിസ്റ്റത്തിൽ നിന്നാൽ നമുക്ക് ഇത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ഡോക്ടേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ നമ്മൾ ഡോക്ടറെ. അതിന് ഷീല ഡോക്ടറെ, അപ്പൊ അതിന് ഈ ഇറങ്ങുന്ന കുട്ടികളും വിചാരിക്കണം, നമ്മളെ സീനിയർ ഡോക്ടേഴ്സും കൂടി ഇരുത്താനും ശ്രമിക്കണം. അതല്ലേ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അതെ തീർച്ചയായിട്ടും. അതെ, ഡോക്ടേഴ്സ് ഇരുത്താൻ ശ്രമിക്കണം. ഇപ്പൊ മനസ്സുള്ള ഡോക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ എനിക്ക് അറിയത്തില്ല ഉണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം കുറെ ഡോക്ടേഴ്സ് ഉണ്ട് അങ്ങനെ ഇരുത്തുന്നത്. യഹിയെ ഓക്കെ പോലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഉണ്ട്. ഓക്കെ, നല്ല ആ, കാര്യം. എല്ലാം നല്ല കാര്യം. നല്ലത് വരട്ടെ. ഓക്കെ. ഓക്കെ ഷീല ഡോക്ടറെ, സമയക്കുറവുണ്ട്. അടുത്തത് നമ്മളെ ശാന്താചന്ദ്ര മാഡം ആണോ? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. ആ, ഗുഡ് ഈവനിങ്. ആരാണ്? ഞാൻ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ന്യൂജൻ ഡോക്ടേഴ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഞാൻ പുറത്തിറങ്ങിയത്. അപ്പോ അത് കഴിഞ്ഞ് മെയ്യിൽ പുറത്തിറങ്ങി ജൂലൈയിൽ ഞാനൊരു ക്ലിനിക്ക് ഇട്ടു. ഇത് ഉണ്ടാകാനുള്ള ആ ഒരു ക്ലിനിക്ക് ഇടാനുള്ള എന്റെ ഏറ്റവും വലിയ ഡോക്ടറുടെ കോൺഫിഡൻസ് എന്ന് പേരെന്ന് പറഞ്ഞു പറയൂ. കഴിഞ്ഞാൽ, ഡോക്ടറുടെ എന്റെ പേര് പേരെന്ന് അഞ്ജിത പറയൂ. എന്നാണ്. അഞ്ജിത KJ. എവിടെയുള്ള? ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഇപ്പൊ കൊട്ടാരക്കരയില് ഒരു റഫേൽ ഹോമിയോപ്പതി ക്ലിനിക്ക് എന്ന് പറഞ്ഞ ക്ലിനിക്ക് ഇട്ടേക്കുവാ. ഓക്കെ. അപ്പോ അതുവരെ നമ്മള് 4.5 ശരിക്കും വർഷം പറയണേ അതെ ഡോക്ടർ. തിയറി മാത്രം പഠിച്ച് ഇന്റേൺഷിപ്പിന് ഞാൻ കയറിയ സമയത്ത് അതുവരെ നമുക്ക് തിയററ്റിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം, എങ്ങനെ. ഓരോ OP-യിലും നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള പ്രാക്ടീസാണ്. പോളിഫാർമസിയാണ് കൂടുതലും. പക്ഷേ നമ്മുടെ ക്ലാസിക്കൽ ഹോമിയോപ്പതി കൊണ്ട് എത്രത്തോളം ഹോമിയോപ്പതിക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് എന്റെ കോളേജിൽ നിന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല അധ്യാപകർ കാരണം. അതിൽ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന മെഡിക്കൽ ഓഫീസറായിട്ട് അവിടെ ഡെപ്യൂട്ടേഷനിൽ ഉണ്ടായിരുന്ന രാജേഷ് സാറാണ് ശരിക്കും പറഞ്ഞ എന്റെ മെന്റർ. സാറ് തന്ന ഒരു കോൺഫിഡൻസ് കാരണമാണ് മെയ്യില് കോഴ്സ് കഴിഞ്ഞ് ഞാൻ ജൂലൈയില് ക്ലിനിക്ക് ഇടാൻ കാര്യം. പക്ഷേ ക്ലിനിക്ക് ഇട്ടപ്പോഴും ഒരു 6 മാസക്കാലമാണ് ഞാൻ സാറിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ക്ലിനിക്ക് ഇട്ടപ്പോ
ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യും. പക്ഷേ അടുത്തൊരു ഫോളോ അപ്പ്, പിന്നെ ഇതിന്റെ പ്രോഗ്നോസിസ്, ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രോബ്ലം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സാറ് നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്തെ സാറിനോട് ഈ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുക്കെ പറയണമെന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഇത്രക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ് ഈ എക്സ്പീരിയൻസ് വഴി ഉള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞ ഒരു ജെമ്മാണെന്ന് തന്നെ പറയേണ്ടി വരും. അത് വേറെ ആർക്കും നമുക്ക് പകർന്നു തരാൻ പറ്റത്തില്ല. അപ്പോ ഇപ്പൊ ഏഷ്യ ഡോക്ടർ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഒരു എന്താ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു വെഞ്ചർ തുടങ്ങുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും ഞങ്ങളെ പോലെയുള്ള ഹോമിയോപ്പതി ഇനിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സിന്. അപ്പോ വളരെ നന്ദിയുണ്ട് ഇങ്ങനൊരു ആശയം തന്നെ മുന്നോട്ട് വെച്ചതിന്. ഓക്കെ നമ്മള് എന്താണ് വിചാരിച്ച ആളിനെ തന്നെയാണ് അവസാനം നമുക്ക് പാർട്ടിസിപ്പന്റ് ആയിട്ട് കിട്ടിയത്. കാരണം ഇത് ആർക്കാണോ വേണ്ടത് അതിലൊരു റെപ്രസെന്റേറ്റീവ് എന്റെ ലാസ്റ്റ് വന്നു. എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഇതിനൊരു മോഡ്യൂളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നിടം വരെ ഡോക്ടർ എന്തായാലും ഈ IFPHന്റെ ക്ലാസ്സുകളെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. ഇന്ന് വളരെ നല്ല ഒരു സെക്ഷൻ ഇതുപോലെ പ്രസന്റ് ചെയ്ത യഹിയ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഡോക്ടർ അജിനിയെ ക്ഷണിക്കും. അജിനിയ ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ ഷൈല എന്നെ താങ്ക്സ് പറയാനായിട്ട് വിളിച്ചതിന്. അപ്പൊ ഡോക്ടർ യഹിയയ്ക്ക് എന്റെ പേരിലും IFPHന്റെ പേരിലും 1000 നന്ദി പറയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഡോക്ടർ യഹിയ തന്ന കോൺഫിഡൻസ് തന്നതിൽ ഒരാളാണ്. പിന്നെ അതുപോലെ ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള ആ മനസ്സിനും അത് കൂടുതൽ പേരിൽ എത്തിക്കണം എന്നുള്ള ആ ആഗ്രഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഞാൻ വിൻ വിൻ ആണ്. കാരണം ഞാനും നന്നാകണം, മറ്റുള്ളവരും നന്നാകണം എന്നുള്ള ആ മനസ്സിന് ഞാൻ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ യഹിയ. താങ്ക് യു ഓൾ ദ പാർട്ടിസിപ്പൻസ് ഓൺ ബിഹാഫ് ഓഫ് IFPH ആൻഡ് പിന്നെ എന്റെ സ്വന്തം പേരിലും താങ്ക് യു. ഓക്കെ അജിന ഡോക്ടറെ, എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യേണ്ടുന്ന വളരെ ഒരു സങ്കടകരമായ ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ടത്. അതിന് നമ്മുടെ മസാനി ഡോക്ടർ ഗവൺമെന്റ് സർവീസിൽ ഡോക്ടറായിരുന്നു, നമ്മളോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നമ്മുടെ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള കമന്റുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യസന സമേതമാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത നമ്മൾ കേട്ടത്. ആ മരണത്തിന്റെ ഒരു കുറച്ച് ഒരു വിഷമം അത് നമ്മുടെ ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥനയായി നടത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പിരിയാം. ഓക്കെ, അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.